ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്, ചിലർ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും സ്റ്റോറേജ് എന്നുള്ളൊരു ഇഷ്യൂ. ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ആയാലും സ്റ്റോറേജ് ഫുള്ളാവുന്നൊരു സാഹചര്യം പലരും ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മളിന്ന് പറയുന്നത്. അതായത് 15 GB മുതൽ 1 TB വരെ നമുക്ക് സൗജന്യമായിട്ട് ക്ലൗഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാം. നമ്മളുടെ എന്ത് ഫയലുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലൗഡിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് 15 GB ഫ്രീ സ്റ്റോറേജ് കിട്ടുന്ന ഗൂഗിൾ ഡ്രൈവാണ്. നമുക്കെല്ലാവർക്കും ഗൂഗിൾ ഡ്രൈവിനെ പറ്റി അറിയാം. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു ആപ്പ് തന്നെയാണ്. കൂടാതെ iOSലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്. ജിമെയിൽ യൂസേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്പ് തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 15 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം പെയ്ഡായിട്ട് നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഇതാണ് 15 GB ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 50 GB വരെ സ്റ്റോറേജ് കിട്ടാവുന്ന ഒരു ആപ്പാണ്. ഇതും ഇതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സ്റ്റോറേജ് തന്നെയാണ്, മെഗ എന്ന് പറയുന്നത്. മെഗയിൽ നമുക്ക് 50 GB വരെ 50 GB വരെ ഫ്രീ സ്റ്റോറേജും അതിനുശേഷം പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് സ്റ്റോറേജ് ലഭിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലും നല്ല ഒരു ക്ലൗഡ് സ്റ്റോറേജ് തന്നെയാണ്, ഇൻ്റർനെറ്റ് സ്റ്റോറേജ് തന്നെയാണ്. അപ്പോൾ 50 GB ഒക്കെ ഡാറ്റ മാത്രം ഉള്ളവർക്ക് ഈ ഒരു മെഗ എന്നുള്ളൊരു ആപ്പിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ അപ്ഗ്രേഡ് പ്ലാൻസൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് മാത്രമല്ല, ഇതിൻ്റെ ആൻഡ്രോയിഡും iOS ആപ്പും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ 50 GB സ്റ്റോറേജ് തന്നെ നൽകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. മെഗ പോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ്, അതാണ് മീഡിയ ഫയർ എന്നുള്ളത്. ഈ മീഡിയ ഫയറിൽ നമുക്ക് 50 GB വരെ ഫ്രീ സ്റ്റോറേജും അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് സ്റ്റോറേജ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയും വെബ്സൈറ്റ് അഡ്രസ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്കും മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 100 GB ഫ്രീ സ്റ്റോറേജ് കിട്ടുന്ന ഒരു ആപ്പാണ്. 100 GB വരെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും, അതാണ് ഡിഗു എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗുവിൽ നമുക്ക് 100 GB വരെ ഫ്രീ ആയിട്ടും അതിന് ശേഷമുള്ളത് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ട് ബോട്ടം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് പർച്ചേസ് പ്ലാനൊക്കെ കാണാം. നമുക്കിപ്പോൾ ഈ 100 GB എന്നുള്ളതിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 ഡിവൈസാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെബ് ആപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 500 GB നമുക്ക് റെഫറൽ ബോണസായിട്ട് വേറൊരാളെ റെഫർ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ 100 GB വരെ സ്റ്റോറേജ് താല്പര്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെയും ആപ്പുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് ഏറ്റവും മോസ്റ്റ് 1 TB വരെ ഫ്രീ സ്റ്റോറേജ് കിട്ടുന്ന ഒരു ആപ്പാണ്, അതാണ് ഡൂബോക്സ് എന്ന് പറയുന്നത്. ഈ ഡൂബോക്സിൽ നമുക്ക് വരുന്നത് 1 TB വരെയാണ്. കണ്ടല്ലോ, ഇതിലിപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. നമുക്ക് 1 TB വരെ ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള അപ്ഗ്രേഡ് പ്ലാൻസൊക്കെ നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല, കാരണം ഇത് നമ്മൾ പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 1 TB എന്ന് പറയുന്നൊരു നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കൊക്കെ മേടിക്കുന്ന അത്രയും തന്നെ സ്റ്റോറേജ് കിട്ടുന്നൊരു ആപ്പാണ് ഡൂബോക്സ്. അപ്പോൾ ഇതും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 5 ആപ്ലിക്കേഷനും നമുക്ക് ഇതുപോലെ മൊബൈലിൽ അവൈലബിൾ ആണ്. നമുക്ക് ആൻഡ്രോയിഡിലായാലും iOSലായാലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സും ഒന്ന് ചെക്ക് ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് ഒരു എക്സ്ട്രാ ഷെയർഡ് ഡ്രൈവും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അൺലിമിറ്റഡ് സ്റ്റോറേജ് ത്രൂ ഗൂഗിൾ ഡ്രൈവ് ആണ്. അതിനായിട്ട് ഈ ഒരു ലിങ്ക് ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഡ്രൈവിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു തേർഡ് പാർട്ടിയാണ്, അവർ നമുക്കൊരു ഷെയർഡ് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ പേഴ്സണൽ ഡ്രൈവിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മറ്റൊരു ഗൂഗിൾ ഡ്രൈവിലാണ് അവർ അൺലിമിറ്റഡ് സ്റ്റോറേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് പബ്ലിക് ഡാറ്റാസ്, ഇപ്പോൾ സിനിമയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ അധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഷെയർ ഡ്രൈവ് അൺലിമിറ്റഡ് സ്റ്റോറേജാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റ് മെയിൽ അഡ്രസ്സും അതുപോലെ ഡ്രൈവിൻ്റെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ചയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഗൂഗിൾ ഡ്രൈവിൽ അപ്പോൾ തന്നെ അറ്റാച്ച് ചെയ്യും. നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ അത് ജസ്റ്റ് സക്സസ് എന്നുള്ളൊരു ഓക്കെ എന്നുള്ളൊരു
ഓപ്ഷൻ വരും. കണ്ടല്ലോ, ഇത് ഓക്കെ ഉണ്ട്. ഇനി ഞാൻ ജസ്റ്റ് എൻ്റെ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ പോയി നോക്കുകയാണ്. ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് ഷെയർഡ് ഡ്രൈവ് എന്നുള്ള സെക്ഷനിൽ ചെന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ നമുക്ക് എന്ത് ഡാറ്റാസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇടാനൊക്കെ പറ്റും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സ്, പ്രൈവസി സെറ്റിങ്സോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ആക്സസിബിൾ അല്ല. കാരണം ഇത് മറ്റൊരു ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ, നമുക്ക് ഫ്രീ ഷെയർ ഡ്രൈവാണ്, അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് താല്പര്യമുള്ളവർ നമുക്ക് റീനെയിമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ സെറ്റിങ്സ് മാത്രം നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയാനുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ്, ഇൻ്റർനെറ്റ് സ്റ്റോറേജ്. അപ്പോൾ ഇനിയുള്ള നമ്മളുടെ സമയത്ത് ഈ ഒരു സ്റ്റോറേജ് വളരെയധികം ഉപകാരപ്രദമാകും നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ കൂട്ടുകാരിലേക്കും എത്തിക്കുക, ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാവുന്നതാണ്. ഓക്കെ.